എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള മെസ്സേജാണ് അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി പൈൽ നമ്പർ 1 ഈ ഒരു പൈലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ, അതായത് ഒരു മാലാഖ. നെക്സ്റ്റ് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ലാസ്റ്റ് ക്രിസ്റ്റലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 ഈ ഒരു റീഡിങ്, അതായത് ഈ ഒരു പൈൽ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ കേൾക്കേണ്ടുന്ന സന്ദേശം എന്താണ്, നിങ്ങൾക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജസ് എന്താണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. നെക്സ്റ്റ് 8 ഓഫ് സോർഡ്സ്. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങളെ സംബന്ധിച്ച് 2 കാർഡ്സ് ആക്സിഡൻ്റലി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 7 ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഒരു സ്ട്രോങ് മെസ്സേജാണത് നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് കൂടിയാണ്. ഓക്കെ, ആൻഡ് ടെമ്പറൻസ് എനർജി. ഫൈനൽ കാർഡ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർഡ്സ് എനർജിയാണ്. മെയിൻ തീം വന്നിട്ടുള്ളത് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള പ്രത്യേക സന്ദേശം ആദ്യം തന്നെ സ്പെഷ്യൽ മെസ്സേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് സംബന്ധിച്ചിടത്തോളം സംതിങ് നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും മുന്നോട്ടേക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടായേക്കാം, ഇപ്പോൾ ലോട്ടറി ഭാഗ്യം അതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. പക്ഷേ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. കാരണം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ശ്രദ്ധിച്ചാൽ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയാണ് എങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പണം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാതെ ആദ്യം തന്നെ അത് ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കും, അപ്പോൾ അത് ബാങ്കിൽ വയ്ക്കുക. കൂടുതൽ ആളുകളുമായിട്ട് അത് അല്ലെങ്കിൽ ആളുകളായിട്ട് ആരുമായിട്ട് തന്നെ അത് സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംസാരം ഉണ്ടാവുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അത് ബാങ്കിൽ കിടന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഒറ്റയടിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക. ആരാണ് എന്താണ് എങ്ങനെയാണെന്ന് അറിയാം. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പൈസയായിട്ട് എടുത്ത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടുന്ന ഒരു ശീലമുണ്ട് എങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ട് ധനം ഏൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും അത് എത്ര അർജൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും തൽക്കാലം അത് മാറ്റി വയ്ക്കുക എന്നുള്ളൊരു രീതിയാകാം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എല്ലാം ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ലാസ്റ്റ് നിമിഷത്തേക്ക് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക. അവസാന നിമിഷത്തേക്ക് വെച്ചാലാണല്ലോ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്ന് മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അത് എത്തിക്കേണ്ട സാഹചര്യം വരിക. അപ്പോൾ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പെങ്കിലും കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡിലേ വന്നാലും നിങ്ങൾക്കത് പിന്നീട് കൈകാര്യം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ. നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. അപ്പോൾ വേൾഡ് കാർഡ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്ററാണ്, ഒരു കാലഘട്ടം അവസാനിച്ച ഒരു പുതിയ ജേണിയാണ്. അപ്പോൾ ഒത്തിരി അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ജേണിയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ഡോണ്ട് ലുക്ക് ബാക്ക്, തിരിഞ്ഞു നോക്കാതിരിക്കുക. നമ്മളെപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് നമ്മൾ സമയം മെനക്കെടുത്തും, അല്ലെങ്കിൽ കഴിഞ്ഞതിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. വേറെ എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഗുഡ്, എല്ലാം നല്ലതിനാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് എടുക്കുക, നിങ്ങൾ ലീഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എനർജി, ഒരു കാറ്റ് എനർജി നിങ്ങളുടെ ചുറ്റും ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി ആണ്. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, കാറ്റ് എനർജി ഒരു ഡിപ്പെൻഡൻസി അല്ല സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ലീഡ് എടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിന്ന് വരില്ല, പക്ഷെ അതിനർത്ഥം അവിടെ നിൽക്കണമെന്നല്ല. നിങ്ങൾ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കാൻ ശ്രമിക്കുക.
ചില കാര്യങ്ങൾ നമ്മൾ അങ്ങേറ്റത്തെത്തിയിട്ടാണ് കാര്യങ്ങളുടെ വ്യക്തത ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടേക്കുക. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. 8 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പുതിയ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്ക് ഫീലിംഗ് വരാൻ സാധ്യതകൾ, ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങളുടെ ചില പ്രവൃത്തികൾ, അങ്ങനെ പല കാരണങ്ങളാകാം. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒരു ബ്രേക്ക് ത്രൂ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒത്തിരി സാധ്യതകൾ വരുന്ന സമയമാണ്. നിങ്ങളുടെ ഗോള് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു സ്റ്റക്ക് ഫീലിംഗ് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലുകളും ഉണ്ടാവാം. നിങ്ങളെക്കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് ആകർഷിച്ചിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു അവസരമാണ്, യാത്രയാണ്, മുന്നോട്ടേക്കുള്ളൊരു ജേണിയാണ്. സോ അപ്പോൾ നിങ്ങൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇനിയും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സമയം മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഫീലിങ്ങിൽ, അതായത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ തന്നെ പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഡോർസ് ഓപ്പൺ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് അതിലൂടെ മുന്നോട്ടേക്ക് പോവാം. നമ്മളെപ്പോഴും അതിൻ്റെ അതായത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പൊന്നും ചിന്തിച്ച് മെനക്കെടണ്ട. ആദ്യത്തെ 2-3 സ്റ്റെപ്പ് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. മുന്നോട്ടേക്ക് പോകുന്തോറും നെക്സ്റ്റ് 4ാമത്തെ 5ാമത്തെ സ്റ്റെപ്പൊക്കെ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ടിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു അവസരം, ആ ഒരു സക്സസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില എനർജി, അതായത് ഇതുവരെ നിങ്ങളൊരു വിക്റ്റിം അല്ലെങ്കിൽ ഒരു ഇരയായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടും ആത്മാഭിമാനത്തോടു കൂടിയിട്ടും നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേടുന്നത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാണ്. ഈ ഒരു എനർജി 6 ഓഫ് സോർട്സ് 8 ഓഫ് സോർട്സ് എനർജി കണക്ഷൻ ഒരു ക്വീനിലേക്കാണ് നിങ്ങൾ അതിലേക്കുള്ള ഒന്നുമല്ലായ്മയിൽ നിന്നൊരു ക്വീൻ ആയിട്ട് മാറുന്ന ആ ഒരു ട്രാൻസിഷണൽ ഫേസ്, ആ ഒരു പീരീഡാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ടെമ്പറൻസ് എനർജിയാണ്. ബാലൻസ് മുന്നോട്ടേക്ക്, അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പവർ, അതോറിറ്റിയൊക്കെ കയ്യിൽ വരുമ്പോൾ അവർ അതുവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതികളോ അല്ലെങ്കിൽ പ്രവർത്തന രീതികളോ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം വരെ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾ പറയില്ലേ, ഒത്തിരി ആ ഒരു സക്സസ്സിൽ മുങ്ങിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. നിങ്ങൾ സക്സസ്ഫുൾ ആണ്, തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ കൂടെയുള്ളവരെയും ചേർത്ത് പിടിക്കുക. ഒരു അഹം എന്ന ഭാവം എന്നുള്ള രീതിയിലേക്കാവാം ഒരു പക്ഷേ. ഫീൽ കണക്റ്റഡ്. നിങ്ങളുടെ മുകളിലേക്ക് കയറിപ്പോയ അതേ പടികൾ തന്നെയാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നതും എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ചിന്തിക്കുക. മുകളിലേക്ക് കയറി പോകുമ്പോൾ പലരെയും കണ്ടില്ലെന്ന് നടിച്ചാൽ തിരിച്ചിറങ്ങി വരേണ്ടി വന്നാൽ ആ വഴിയിലും അതേ ആളുകളെ തന്നെയാണ് കാണുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അതായത് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫീലിംഗ് അതോറിറ്റി വരുമ്പോൾ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് 8 ഓഫ് സോർട്സ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായിട്ടുള്ളൊരു ആധിപത്യം പലയിടങ്ങളും സ്ഥാപിക്കാൻ പറ്റുന്ന എനർജിയാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാകാം ഈ ഒരു സമയത്തിൽ. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരുന്നത്. ഒരു ട്രൂ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ഗോള്, ഇതിലൊക്കെ വളരെ വ്യക്തതയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് പേജ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ചില നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ബാലിഷമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. അത് അവരെന്നേക്കാൾ സക്സസ്ഫുൾ ആണോ, അല്ലെങ്കിൽ അവർ ജീവിതത്തിലും മുന്നേറുന്നു, എന്തുകൊണ്ട് ഞാൻ അതിൽ എത്തിയില്ല, ഞാൻ ആ സമയത്ത് അവരുടെ കൂടെ എത്തിയില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിനെ അലട്ടാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സ്പീഡിലല്ല നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ വേറെ പല ഏരിയാസിലും നിങ്ങൾ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ മേഖലയിലാണ് മുന്നോട്ടേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആണെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നമ്മൾ പൈൽ നമ്പർ 2 കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടുന്ന നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2. ആദ്യം തന്നെ 10 of Pentacles, 4 of Swords, 3 of Swords, okay. Next, King of Cups, Ace of Pentacles, 2 of Swords, and main theme വന്നിട്ട് 7 of Wands എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 10 of Pentacles എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആരും നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആരും എത്താത്ത ഒരു തലത്തിലേക്ക് എത്താൻ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു തലത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ആകാം ചില ആളുകളെ സംബന്ധിച്ച്. മറ്റു ചിലരെ സംബന്ധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാവാം ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈവൻ നിങ്ങളുടെ ഡാർക്ക് സൈഡ് കൂടെ അവർ, ഇപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡാർക്ക് സൈഡ് വരെ അതുകൂടെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അപ്പോൾ അതായത് അത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ നെഗറ്റീവ്സും പോസിറ്റിവിറ്റീവ്സും ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പേഴ്സണൽ ലൈഫിലും ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് റൂഡായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള എനർജീസുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ഉള്ളിൽ അത് സപ്രസ് ചെയ്ത് വയ്ക്കുന്ന അതായത് അവരത് ഉള്ളിൽ തക്കി നിർത്താതെ നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കുന്ന ആളുകൾ അത് ഒരു തരത്തിൽ അവരുടെ പോസിറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം അവർ ജെനുവിനായിട്ട് അത് ഒളിച്ചു വെക്കാതെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചില സമയങ്ങളിൽ റൂഡാണെന്ന് തോന്നുന്നത് സത്യം തുറന്ന് പറയുന്നതായിരിക്കും. അത് ഷുഗർ കോട്ട് ചെയ്യാതെ അതിൻ്റെ പുറത്ത് പഞ്ചസാരയൊന്നും പുരട്ടാതെ അവർ തുറന്ന് സംസാരിക്കുന്നതാവാം. അപ്പോൾ എല്ലാവരിലും ഒരു നന്മ നിങ്ങളും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് 4 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പം ഒത്തിരി ഭയങ്കര ഓവർ വർക്ക് അല്ലെങ്കിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ജോലിയിൽ ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതും നല്ല കാര്യം തന്നെ. പക്ഷേ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ 2 സൈഡിൽ നിന്നും മെഴുകുതിരിയുടെ 2 സൈഡും നമ്മൾ കത്തിക്കരുതെന്ന് പറയും. കാരണം 2 സൈഡിൽ നിന്നും കത്തിച്ച് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളും ഒരു മനുഷ്യജീവിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട റെസ്റ്റും കാര്യങ്ങളും വേണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലൈഫിലൊരു ബാലൻസ് അനിവാര്യമാണ്. അപ്പോൾ പണിയെടുക്കുക മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് പറയുള്ളൂ. നിങ്ങളുണ്ടെങ്കിലേ പണിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശ്രദ്ധിക്കേണ്ടുന്ന ആദ്യത്തെ കാര്യം വേണ്ടത്ര ഉറക്കവും വേണ്ടത്ര റെസ്റ്റും നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ചില ആളുകൾ ഹോം സിക്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹോം സിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും.
ഇപ്പം എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനോ അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ഉത്സവങ്ങളോ എന്തെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ അവിടേക്ക് എത്താനുള്ളൊരു ആകാംക്ഷയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഒരു 3 ഓഫ് സോർട്സ് എനർജി, ഈ ഒരു 3 ഓഫ് സോർട്സ് എനർജി വലിയൊരു രീതിയിലുള്ള ഹാർട്ട് ബ്രേക്ക് എന്നുള്ള, അതായത് അങ്ങനെയുള്ളൊരു എനർജി അല്ല, മറിച്ച് നിങ്ങൾ എന്തോ ആഗ്രഹിച്ചിട്ട് ഏതൊരു ഹോളിഡേ എന്തോ കാര്യം, അല്ലെങ്കിൽ നാട്ടിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യമായിരിക്കും, ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കാര്യം നടക്കാതെ പോയിട്ടുണ്ടാവും, വിസ കാര്യങ്ങളും, അങ്ങനെ എന്തൊക്കെ സിറ്റുവേഷൻസ് ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചത് സംഭവിക്കാതെ പോകുന്നു എന്നുള്ളത്, ടു ബി ഓണസ്റ്റ്, ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഡിലേ വരിക, ഇപ്പം ഇന്ന സമയത്ത് കാര്യങ്ങൾ നടത്താം, അപ്പോൾ നമുക്കിപ്പോൾ ഇത് നടത്താമെന്ന് വിചാരിച്ചൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിൽ കാര്യം നടക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആകും. അപ്പോൾ ഇത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും സിറ്റുവേഷനിൽ എത്തുന്നതോ ബന്ധപ്പെടുത്തിയിട്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു 3 ഓഫ് സോർട്സ് എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. അതായത് ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതല്ല, നിങ്ങളിപ്പോൾ ഇന്ന രീതിയിൽ ഇന്നതുപോലെ നടക്കണം എന്ന് വിചാരിച്ച കാര്യം അതേപോലെ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഒരു ദുഃഖമൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ കാര്യം നടന്നിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടത്തില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടാതിരിക്കുക. കാരണം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും അത് നടന്നിട്ടുണ്ടാവുക. പലപ്പോഴും നമ്മൾ ചിന്തിച്ച രീതിയുടെ അപ്പുറത്തേക്കായിരിക്കും ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാതെ പോവരുത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഫ്രീലാൻസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വർക്ക് വിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫ്രീലാൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വർക്കിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ ക്രിയേറ്റീവ് ആകുന്നു, കൂടുതൽ ആർട്ടിസ്റ്റിക് ആകുന്നു, ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇമോഷണലി വളരെ ഉയരത്തിൽ, അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം ഇൻഡ്യൂറ്റീവ് ആയിരിക്കും, പല കാര്യങ്ങളും നിങ്ങൾക്ക് കാലേക്കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവാം. അതായത് മാനസികമായിട്ട് ഇമോഷണലി സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒത്തിരി ഐഡിയാസ് ഉള്ളിലുണ്ട്, നല്ല ഇൻസ്പിറേഷൻ ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച രീതിയിലേക്കൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു എനർജി സൂചിപ്പിക്കുന്നത് അവാർഡ്സ്, റിവാർഡ്സ് ഒക്കെയാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തിലൊക്കെ സക്സസ്ഫുൾ ആകുന്ന ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് അവാർഡോ റിവാർഡ്സ് ഒക്കെ കിട്ടുന്നു. എന്തെങ്കിലും ഇപ്പോൾ ആർട്സ്, സ്പോർട്സ് അതുപോലുള്ള കാര്യങ്ങളിൽ ചില ആളുകൾ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ കഴിവുകൾ കാഴ്ചവെച്ചിട്ട് നിങ്ങളുടെ അത് സ്പോർട്സ് ആവാം, ആർട്സ് ആവാം, എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവാർഡ്സ് ആകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പ് എക്സാംസ് ആവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഇൻ്റർനാഷണൽ ലെവൽ അതുപോലുള്ള ലെവലിലേക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതിൽ നിങ്ങൾ അറിയപ്പെടുകയോ അവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ള 2 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇത് വേണോ വേണ്ടയോ, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിലുണ്ട് എങ്കിൽ യു ഷുഡ് ഫോക്കസ്. ഏതായാലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അങ്ങനെ ഉറപ്പിച്ച് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക, 2-1 അതെടുത്തേ പറ്റൂ. അത് കൂടുതൽ ഇനി ആലോചിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ 7 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിപ്പോൾ എന്താണ് ഒരു ഗ്രോത്ത്, ഒരു എക്സ്പാൻഷൻ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലാണോ എന്നുള്ളത്. അപ്പോൾ ഈ മെയിൻ തീം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഇനി വൈകിക്കേണ്ട, നിങ്ങളെടുക്കുന്ന ഡിസിഷൻ അതെന്തായാലും നിങ്ങൾ ശരിയായിട്ടുള്ള ഡിസിഷൻ എടുക്കാനാണ് ചാൻസസ് 90% ചാൻസസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി വളരെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് ആ ഒരു തീരുമാനം വളരെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടിട്ട് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്.
ഈ ഒരു തീരുമാനം നിങ്ങൾ ഉറച്ചൊരു തീരുമാനവും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ദിശയിലുള്ള തീരുമാനവും നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നോക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങളുടെ സ്പെഷ്യൽ മെസ്സേജസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള സ്പെഷ്യൽ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് wands, page of swords, next 2 of pentacles, 5 of swords, and last card വന്നിട്ട് 2 of wands. and main theme മൂൺ എനർജിയാണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്തിരി ഇമോഷണലി കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെൻറ്റക്കിൾസ് കണക്ഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ലൈഫിൽ വളരെ നല്ല പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഫസ്റ്റ് എനർജി പെൻറ്റക്കിൾ എനർജി ബേസ്, അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ. വെൻ ഇറ്റ് കംസ് ടു കരിയർ ഇൻ ഫിനാൻസ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കരിയറിലും ഫിനാൻസും നിങ്ങളൊരു 9 to 5 ജോബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു തലത്തിലുള്ള ജോലിയല്ല ചെയ്യുന്നത്, കലാപരമായിട്ടുള്ള കഴിവുകളും മറ്റും പ്രദർശിപ്പിക്കേണ്ടി വരുന്ന തലത്തിലല്ല എങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീക്കെൻഡ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എന്തൊക്കെയോ ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങളുടെ പാഷനെ പിന്തുടരുന്ന ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സക്സസ്ഫുൾ ഒരു കരിയർ എന്ന് നമ്മളുടെ സൊസൈറ്റിയുടെ ആ ഒരു കാഴ്ചപ്പാടില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ എന്ന് ഉദ്ദേശിക്കുന്ന ഇന്ന പൊസിഷൻ, ഒരു മാനേജർ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തീകരിക്കാനായിട്ടുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നതുകൊണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തണം. അതിൽ കലാപരമായിട്ടുള്ളതും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരികയും അവിടെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ക്ലാരിറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും യു ആർ ക്രിയേറ്റിംഗ് വെൽത്ത്. അഗെയിൻ 2 തരത്തിൽ 2 വഴികളിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ പേജ് ഓഫ് wands എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ പല ഭാഗങ്ങൾ, പല ഫേസസിലും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സ്, സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത്. അതൊരു പുതിയ തുടക്കം ആണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ കരിയറും അതുപോലുള്ള ആ ഒരു ദിശയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളെ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് കരിയറിലേക്ക്, ഏത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ. എന്തായാലും ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് വൈസ് നിങ്ങൾ വളരെ ആക്റ്റീവാണ്. അപ്പം പിന്നെ ഹെൽത്ത് വൈസ് നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുന്നു, ആവശ്യത്തിന്. നിങ്ങൾ തീരെ വെള്ളം കുടിക്കാത്തൊരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് വെള്ളം കുടിക്കുന്നു, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, അതേപോലെ ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, ആ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കാൻ ആയിട്ട് ശ്രമിക്കുകയും മറ്റു ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ജോബ് ട്രാൻസിഷൻസ്, പല രാജ്യങ്ങളിലേക്കുള്ള മാറ്റങ്ങൾ ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യാസങ്ങൾ, സേവിങ്സ് കൂടുതലാകുന്നു, അങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാകുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു പാത നിങ്ങൾ പിന്തുടരുന്നു എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പൂർണ്ണ വ്യക്തതയുള്ളൊരു പ്ലാൻ നിങ്ങൾക്കില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു പല കാര്യങ്ങളും, പക്ഷേ അപ്പോഴും എന്താ പറയുക, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾക്കില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യവും കാര്യങ്ങളും ഉണ്ട്. ഒരു ഫെയ്ത്ത് ഉണ്ട്, നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമുണ്ട്, ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ ഞാൻ മുന്നേറും, ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യും എന്നുള്ളതിൻ്റെ യുവർ ഇയേണിങ് ഫോർ സംതിങ് എന്നുള്ളതാണ്. പുതിയൊരു ലൊക്കേഷൻ, പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രോത്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളും ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒത്തിരി ഉയർന്നു കഴിഞ്ഞു, വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു കാര്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഉയരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളൊരു ചിന്തയാണ്. ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഹോം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീട് വെച്ചു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു ഫേസ് ഒരു ട്രാൻസിഷണൽ ഫേസാണ്. നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി ഫ്രസ്ട്രേഷൻ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 സോഴ്സ് ഓഫ് ഇൻകം കാണിക്കുന്നുണ്ട്. 2 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു സ്ഥിരമായിട്ടൊരു കരിയറോ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത് കൂടാതെ എന്താണ്, നിങ്ങൾ സൈഡായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാഷനും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിട്ടുകളയേണ്ടുന്നത് പലതും വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്, സധൈര്യം മുന്നോട്ടേക്ക് പോകുന്നു. അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ട് യു ആർ മൂവിങ് ഇൻ ടു സംതിങ് മോർ. കൂടുതൽ ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ട്, ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊക്കെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള വിശ്വാസം മാത്രമല്ല, ഒരു പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസം കൂടിയിട്ടാണ്. അതുപോലെ തന്നെ 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എളുപ്പം നടക്കുന്ന കാര്യം, ചാലഞ്ചസ് ഉണ്ട്, ഒബ്സ്റ്റക്കിൾസ്, അതായത് തടസ്സങ്ങൾ, ചാലഞ്ചസ് ഉണ്ട്. ആ തടസ്സങ്ങൾ, ചാലഞ്ച് എന്ന് പറയുന്നത് വ്യക്തികളാണ് കൂടുതൽ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കടുത്തുള്ള, ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കൊളീഗ്സ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ അവർ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ അത്രയും ഒന്നും എങ്ങും എനിക്ക് എത്താൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ആ ഒരു സക്സസ്, അവരൊക്കെ നേടിയെടുത്ത ആ ഒരു സക്സസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ ഇന്നലെയിൽ നിന്ന് ഇന്നത്തേക്ക് മികച്ചതായിട്ടുണ്ട് എങ്കിൽ അതിലും മികച്ചതാവാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ കൂടെയുള്ളവരോ കൊളീഗ്സിൻ്റെയോ അവരായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു എനർജിയിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളുടെ കൊളീഗോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ എന്ന് പറയുന്ന മറ്റാരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തുന്നില്ല. കാരണം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തി അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംതിങ് ന്യൂ ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ യു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ആയിട്ട് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അതിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്കായിട്ട് തന്നെ അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ മെയിനായിട്ട് 3 എനർജിയാണ്. അപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയാണ്, അതായത് നിങ്ങൾക്കൊരു വ്യക്തതയില്ല എങ്ങനെ മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും
അപ്പോൾ ഒരു ക്ലാരിറ്റി എന്ന് പറയാൻ പൂർണ്ണമായിട്ട് ക്ലാരിറ്റി എല്ലാം കിട്ടിയിട്ട് ഇറങ്ങി തിരിക്കാമെന്ന് വിചാരിച്ചത് നടക്കില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 5-6 സ്റ്റെപ്പ് വരെ എത്തുന്ന വരെയുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.